ഹായ് ഗായ്സ്, ഇതാണ് പുസ്തകം പൊതിയുന്ന പൊതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. നമുക്ക് സ്കൂളിൽ തരുന്ന പൊതിയാണ്. ഇത് നോട്ട്ബുക്ക് അതിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ സാധാ പൊതിയുന്നത് പോലെ നമ്മൾ പൊതിയണം. സാധാരണ പോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗായ്സ്. പുതിയ ബാഗ്, പുതിയ പുസ്തകങ്ങൾ, പുതിയ ക്ലാസ്, ഭയങ്കര ഇതാണ്. അപ്പം അതിങ്ങനെ സാധാ പോലെ വെച്ച് നമ്മളിങ്ങനെ പുസ്തകം പൊതിയ ബ്രൗൺ പേപ്പർ കൊണ്ടൊക്കെ അതേമാതിരി ഒന്ന് പൊതിഞ്ഞെടുക്കാൻ മതി. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് തരുന്നതുകൊണ്ട് ടെക്സ്റ്റ് പൊതിയാൻ പാടില്ല എന്ന് പറയലുണ്ട്. ഒരു സാധനം കൊടുക്കാൻ ചെയ്യാം. ഇതിൻ്റെ പഴയ ബുക്കാണ് ഗായ്സ്, പഴയത്. ഇനി അടുത്തത് ഇതാണ് എൻ്റെ സാധനം മക്കളെ. പുതിയതാ അതെ ഗായ്സ്, അത് പുതിയതാണ്. പുതിയ ബുക്ക് പൊതിയുന്ന കവർ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഞാൻ കാണിച്ചാലായിരിക്കും. അതാണ് മക്കളെ എൻ്റെ എക്സാം നോട്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവില്ലേ, അതിനിടയിൽ ഇതിന് എക്സാം നോട്ട്സ് നമ്മൾ പൊതിയേണ്ടത് നോർമലാണ്. ഇത് പൊതിയാൻ പാടില്ല. നോർമൽ പേപ്പർ കൊണ്ട് വേണം പൊതിയാനായിട്ട്. നോർമൽ പേപ്പർ, നോർമൽ ബുക്ക് കവറിങ് പേപ്പർ വെച്ച് വേണം പൊതിയാൻ. ടെക്സ്റ്റ് ബുക്സിനും അത് ചെയ്യാൻ പാടില്ല. അതിനും നോർമൽ വെച്ചിട്ട് വേണം നമ്മൾ പൊതിയാനായിട്ട്. ഏത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, നോട്ട്സ്, ഈ എക്സാം നോട്ട്സ് കിട്ടും. ടെക്സ്റ്റ് ബുക്കിന് ഡണ്ണല്ല. അടുത്തത് ഹിന്ദിൻ്റെ ഈ വർക്ക് ബുക്കിനും എനിക്ക് തോന്നുന്നു അതല്ല. കാരണം ഇങ്ങനത്തെ ബുക്സിന് അത് ഇതാകില്ല. അതിനും എങ്ങനത്തെ ഹിന്ദി ടെക്സ്റ്റിന് എല്ലാ ടെക്സ്റ്റ് ബുക്സിലാണ് അങ്ങനത്തെ. ഞാൻ പറഞ്ഞ നമ്മുടെ നോട്ട്സില്ലേ, അതിന് മാത്രമാണ് അവർ തരുന്ന കവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ബുക്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾ ബുക്സും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ്. എന്തൊക്കെ നിങ്ങൾക്ക് ബുക്സൊക്കെ കിട്ടിയില്ലേ? അപ്പം നോക്കേട്ടോ. ബൈ, സീ യു ഗൈസ് ലേറ്റർ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. സപ്പോർട്ട് മീ പ്ലീസ്. എന്താണ് ആരും സപ്പോർട്ട് ചെയ്യാത്തത്? പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ബൈ. പിന്നെ ഇത് വന്നിട്ട് ഇൻഡെക്സ്ഡ് വന്നിട്ടുള്ള നോട്ടാണ്. മാത്സ്, ഇംഗ്ലീഷ്, EVS, മലയാളം, ഹിന്ദി. Bye. Ta-ta, see you later guys.